നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. AFC ചാമ്പ്യൻസ് ലീഗ് 2 ഗോവയിലെ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ നടന്ന പോരാട്ടം അൽ നസർ 2-1 വിജയിച്ചു. പക്ഷേ ഗോവ കിടിലൻ പോരാട്ട വീര്യമാണ് പുറത്തെടുത്തത്. അത് പറയാതെ വയ്യ. അൽ നസറിനെ പോലൊരു ടീമിനെതിരെ 2-1 മാത്രമാണ് അവർ പരാജയപ്പെട്ടിരുന്നത്. ഒറ്റ ഗോൾ മാർജിനിലാണ് പരാജയം. ശരിയാണ്, അൽ നസറിൻ്റെ ആദ്യ 11 സൂപ്പർ താരങ്ങളായിട്ടുള്ള ജാവോ ഫെലിക്സും കിങ്സ്ലി കോമനും സാദിയോ മാനിയും ഒന്നും ഉണ്ടായിരുന്നില്ല. മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് വെസ്ലിയും ഏഞ്ചൽ ഗബ്രിയലും മുഹമ്മദ് മാറനും ഐമൻ യഹിയയും ഒക്കെയാണ് അണിനിരുന്നത്. മറുഭാഗത്ത് ഹെരേരയും ഡ്രാസിച്ചും ഒക്കെ ചേർന്നുകൊണ്ടാണ് FC ഗോവയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ തുടക്കത്തിൽ തന്നെ അൽ നസർ ലീഡ് എടുത്തിരുന്നു. ബ്രസീലിയൻ താരം ഏഞ്ചലോയുടെ ഒരു കിടിലൻ ഷോട്ട് FC ഗോവയുടെ വലയിലേക്ക് എത്തുകയായിരുന്നു. 10ാമത്തെ മിനിറ്റിൽ അവർ ലീഡ് എടുക്കുന്നു. 27ാമത്തെ മിനിറ്റിൽ ഹരുൺ കമാറയുടെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അവർ ലീഡിലേക്ക് കടന്നുപോയി. അത്രയധികം മുന്നേറ്റങ്ങളൊന്നും ആ ഘട്ടത്തിലൊന്നും FC ഗോവ നടത്തുന്നുണ്ടായിരുന്നില്ല. പക്ഷെ 41ാമത്തെ മിനിറ്റിൽ ഡ്രാസിച്ചിൻ്റെ അസിസ്റ്റിൽ നിന്ന് ബ്രിസൺ ഫെർണാണ്ടസ് കിടിലൻ ഒരു ഫിനിഷിങ്ങിലൂടെ ബ്രസീലിയൻ ഗോൾ കീപ്പർ ബെൻഡോയെ മറികടന്നു. അങ്ങനെ 2-1 എന്ന രൂപത്തിലേക്ക് കളി മാറി. കളി ഓപ്പൺ ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ കണ്ടത്. രണ്ടാം പകുതിയിൽ പിന്നീട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഹോർഗെ ഹീസസ് ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. ഏഞ്ചലോ ഗബ്രിയലിനെ പിൻവലിച്ചു. അൽ ഖൈബരിയെ അദ്ദേഹം കളിക്കളത്തിലേക്ക് വിട്ടു. മത്സരം പുരോഗമിക്കവേ പിന്നീട് ബൗഷല് കളിക്കളത്തിലേക്ക് വന്നു. ഇനീഗോ മാർട്ടിൻസിനെ പിൻവലിച്ച് മുഹമ്മദ് സിമാക്കനെ കളിക്കളത്തിലേക്ക് വിട്ടു. 66ാമത്തെ മിനിറ്റിൽ സാദിയോ മാനെ കളിക്കളത്തിലേക്ക് വന്നു. ജാവോ ഫെലിക്സ് കളിക്കളത്തിലേക്ക് വന്നു. പക്ഷേ രണ്ടാം പകുതിയിൽ പിന്നീട് ഗോളുകൾ പിറക്കാതെ പോയി. ഒടുവിൽ FC ഗോവ ഒരു റെഡ് കാർഡ് കാണുകയും ചെയ്തു. എന്തായാലും മത്സരം 2-1 അവസാനിച്ചു. പിച്ചിൻ്റെ കണ്ടീഷനെ കുറിച്ച് വ്യാപക പരാതിയാണ് ഇപ്പം അൽ നസറിനെ സപ്പോർട്ട് ചെയ്യുന്ന അന്താരാഷ്ട്ര മീഡിയകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പിച്ചിൻ്റെ കണ്ടീഷൻ വളരെ പൂറായിരുന്നു എന്നത് അവർ എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ഗോവ നന്നായിട്ട് പൊരുതി. ഇനി റിട്ടേൺ ലെഗിൽ റിയാദിൽ എന്ത് ചെയ്യും ഗോവ എന്നുള്ളത് കണ്ടറിയണം. അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം കളിച്ച 3 കളികളും വിജയിച്ച് 9 പോയിന്റോടെ അവർ ഗ്രൂപ്പ് ഡിയിൽ ഒന്നാമതാണ്. ഗോവ 3 കളിയും പൊട്ടി പോയിന്റ് ഇല്ലാതെ ഗ്രൂപ്പിൽ ഏറ്റവും അവസാനത്തിലുമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.